ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരുടെയും പഠനവും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? അപ്പോൾ ഞാൻ കുഴപ്പമില്ലാതെ എൻ്റെയും പോകുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ബ്രേക്ക് ഇങ്ങനെ വരുന്നുണ്ട്, കുറച്ച് ബിസി ആയിരുന്നു. പക്ഷേ എന്നാലും വീണ്ടും കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബുക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി എടുത്ത് വെക്കുകയാണ്. കാരണം വീണ്ടും പഠനം തുടങ്ങണം. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും ഭയങ്കര മഴയൊക്കെയാണല്ലേ. അപ്പോൾ ഇവിടെയും ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്കിത് ഭയങ്കര നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടാണ് കേട്ടോ തോന്നുന്നത്. കാരണം ചൂട് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡാവും അല്ലേ, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ എപ്പോഴും ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടി ഇരിക്കാനായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ മഴ എന്ന് പറയുമ്പോൾ നമുക്കെപ്പോഴും ഒരു ഫ്രഷ് ഫീലല്ലേ വരുന്നത്. അപ്പോൾ മഴ എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ പഠിത്തത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒക്കെ ഇങ്ങനെ പഠിക്കുന്ന ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്, മഴയല്ലേ എങ്ങനെ പഠിക്കാൻ തോന്നണേന്നൊക്കെ. പക്ഷെ എന്നെ അത് ബാധിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് മഴ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഞാൻ നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ് ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് വലുതായിട്ട് ബാധിക്കുന്നില്ല. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാവരും പഠനം സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോൾ തന്നെ. പിന്നെയെന്ന് പറഞ്ഞിട്ട് വെക്കരുത്. ഓക്കെ, അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കഴിഞ്ഞു. എനിക്ക് വലിയ ഓക്കെ ആയിരുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നില്ല. പക്ഷെ എന്നാൽ കൂടി അറിയുന്നത് എന്താണോ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെന്താണ്, പിന്നെ നമ്മുടെ സെയിൽസ്മാൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ നല്ല രീതിയിൽ തന്നെ നോക്കുക. നിയമനം വളരെ കുറവാണ്, പക്ഷെ എന്നാൽ കൂടി പ്രതീക്ഷയ്ക്കൊക്കെ വകയുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നോക്കുക. ലാബ് അസിസ്റ്റൻ്റ് എഴുതുന്നവരുണ്ട്, അതും ശ്രദ്ധിക്കുക. പിന്നെ ഏതാണ് ഇനിയിപ്പോൾ വരാനായിട്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഉണ്ടല്ലേ. അപ്പോൾ അതും ശ്രദ്ധിക്കുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് നോക്കുക. എനിക്കിനി സെയിൽസ്മാൻ മാത്രമേ ഉള്ളൂ. ഞാനങ്ങനെ ചാടിക്കയറി എല്ലാ എക്സാമൊന്നും കൊടുക്കുന്ന ഒരാളല്ല. ഞാൻ ഒഴിവ് നന്നായി നോക്കിയിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ സെയിൽസ്മാൻ്റെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല അപ്പവും കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ രാവിലെയൊക്കെ നന്നായി കഴിച്ചിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് മാക്സിമം എനർജറ്റിക് ആയിട്ട് ഇരിക്കുക കേട്ടോ. അല്ലാതെ ഫുഡൊന്നും കഴിക്കാതെ രാവിലെ എണിച്ചത് ഇരിക്കരുത്. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല രീതിയിലൊന്ന് കഴിക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് പറയാം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് ആണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് സ്റ്റഡീസൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. കാരണം കുറച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് അയവ് വന്നിട്ടുണ്ട്. കാരണം ഞാൻ കുറച്ച് ദിവസം എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ തിരിച്ചിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി സ്റ്റഡീസ് എന്തായാലും ഒന്നിന്ന് തുടങ്ങണം. ഗ്യാപ്പ് വന്നിട്ടില്ല, പക്ഷെ എന്നാൽ കൂടി ആ ഒരു കണ്ടിന്യൂ ആയിട്ട് പോകുന്ന ആ ഒരു ഇത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ VFAയുടെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഇപ്പോൾ തുടങ്ങിയാലേ കുറച്ച് കഴിയുമ്പോഴേക്കും എന്തെങ്കിലും നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് സിലബസും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ സെയിം സിലബസ് തന്നെയാണ്, 10th ലെവലിൻ്റെ സെയിം സിലബസ് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. പിന്നെ നോക്കിയത് ഇതിൻ്റെ പ്രിൻ്റ് എൻ്റെ കയ്യിൽ എവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ കാണാനില്ല. നല്ല എടുക്കാൻ വേണ്ടി പോയ സമയത്ത് കറണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരേണ്ടി വന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ലാപ്പിൽ തന്നെ ഒന്ന് നോക്കുകയാണ്. നോക്കിയിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ഓരോന്നും മെല്ലെ സ്റ്റാർട്ട് ചെയ്യണം, നോക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നോട്ടിഫിക്കേഷനൊക്കെ വരാനൊക്കെ ഒരു നവംബർ ഡിസംബറൊക്കെ ആവുമെന്നാണ് ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരുടെയൊക്കെ ഒരു ഇതിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആൾക്കാർ കേട്ടോ, അവരുടെ കയ്യിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു മെല്ലെ കുറേശ്ശെ നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു. LDCക്കൊക്കെ ചെയ്തതുപോലെ ഊണുമില്ല ഉറക്കമില്ല അതുള്ള പഠിത്തം എന്തായാലും ഒരു ടൈം വരെ എന്തായാലും കുറച്ച് മാറ്റി വെക്കണം. കാരണം സമാധാനമായിട്ട് പഠിച്ചു പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഒരു ടോപ്പിക് എടുക്കുക, അത് കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് പോവുക. അങ്ങനെ ചെയ്യാമെന്നാണ്, മെല്ലെ പോവുക, അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ ഈ എക്സാമിനും ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഏരിയാസിനൊക്കെ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തന്നെയാണ്. കറണ്ട് അഫയേഴ്സ്, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, ഓക്കെ, ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ തന്നെയാണ് ഇപ്രാവശ്യവും തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അറിയാലോ, നല്ലൊരു റാങ്കിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡെയിലി ഒരു 1 hour വെച്ച് ഇതിന് കൊടുക്കണം. മെല്ലെ പഠിക്കുന്നുള്ളൂ, ഞാൻ ധൃതിപ്പെട്ട് പഠിക്കുന്നില്ല. ബിക്കോസ് നമുക്ക് ടൈമുണ്ട് അല്ലേ. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരാനാണെങ്കിലും ഇനി ഓൾമോസ്റ്റ് 5-6 months ഉണ്ട്. അത് കഴിഞ്ഞ് എക്സാം വരാനാണെങ്കിലും ഒരു 5-6 മാസം ആവും. അപ്പോൾ അതുകൊണ്ട് മിനിമം 1 year നമ്മുടെ കയ്യിലുണ്ട്. അപ്പം മെല്ലെ
പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, പയ്യെ തിന്നാ പനയും തിന്നാന്ന് പറയുന്നത് പോലെ മെല്ലെ നോക്കാം, മെല്ലെ നോക്കിയിട്ട് പഠിക്കാമെന്നാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ പഠിത്തം തുടങ്ങിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ നോക്കി ബുക്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത്, അതുപോലെ ഇനിയിപ്പോൾ ഏതെങ്കിലും മേടിക്കാനുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നെ പഠിക്കാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ എൻ്റെ അടുത്ത് കറണ്ട് അഫയേഴ്സിൻ്റെ എങ്ങനെയാണ് പഠിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഡെയിലി നോട്ട്സ് എഴുതിയിട്ടാണ് പഠിക്കുന്നത്. പിന്നെ ഞാൻ നല്ലൊരു ബുക്ക് മേടിക്കും. ഒന്നില്ലെങ്കിൽ ടാലൻറ്റ് അല്ലെങ്കിൽ ലക്ഷ്യ, അതല്ലാന്നുണ്ടെങ്കിൽ സൈലത്തിൻ്റെ അങ്ങനെ ഏതെങ്കിലും ഒരു ബുക്ക് മേടിക്കും. കാരണം അതാവുന്ന സമയത്ത് എന്താ അറിയോ, അവരിങ്ങനെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പുരസ്കാരം ഇപ്പോൾ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് വെക്കുക. അപ്പോൾ നമ്മളത് ഓരോന്നും എവിടെയായിരിക്കും എഴുതിയിട്ടുണ്ടാകും. പക്ഷെ ഒരു ബുക്ക് മേടിക്കുന്ന സമയത്ത് അവർ 2023 ആരാ മേടിച്ചെന്നുള്ളത് അവർ കൊടുത്തിട്ടുണ്ടാകും, 2024 അവർ കൊടുത്തിട്ടുണ്ടാകും, 2025 കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അത് അങ്ങനെ ഒരു ഓർഡറിൽ നമുക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഡെയിലി നോട്ട്സ് എഴുതുന്നുണ്ടെങ്കിലും ഒരു ബുക്ക് മേടിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ SCERT NCERT പോലുള്ള കാര്യങ്ങളും നന്നായിട്ട് നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ നമ്മുടെ SCERT NCERT ഉണ്ടല്ലോ, NCERTയുടെയും ബുക്സ് മേടിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഇതിൽ പറഞ്ഞിട്ടുള്ള പോലെ ഞാൻ നോട്ട്സ് എഴുതുന്നുണ്ട് കേട്ടോ. ഞാൻ നോട്ട്സ് എഴുതിയിട്ടാണ് NCERT നോക്കുന്നത്. പക്ഷേ ഞാൻ ആവശ്യം വന്നാൽ ഞാൻ പുറത്തുനിന്നും മേടിക്കും. നിങ്ങൾക്കും എങ്ങനെയാണോ സൗകര്യം അത് ചെയ്താൽ മതി. പിന്നെ SCERTയുടെ ഞാൻ ബുക്കൊന്നും ഞാൻ മേടിച്ചിട്ടില്ല ഇപ്പോൾ. കാരണം എൻ്റെ ഓൾഡ് പള്ളിക്കൂടത്തിൻ്റെ പഴയതുണ്ട്. പിന്നെ ഈ ഇയറിൽ കുറേ ബുക്സ് മാറാനുണ്ടല്ലോ. അപ്പോൾ ആ ബുക്സൊക്കെ മാറിക്കഴിഞ്ഞിട്ട് അത് ഇറങ്ങിയിട്ട് എല്ലാം കൂടെ മേടിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ തവണ മാറുമ്പോൾ ഓരോരോ ബുക്കായിട്ട് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആണ്. കാരണം എന്താണ് 300-400 ഒക്കെ വരുന്നുണ്ട് റേഞ്ച്. NCERTയുടെ ആണെങ്കിൽ 500 വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ഇങ്ങനെ ചിലവാക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മാറാനുള്ളതൊക്കെ മാറട്ടെ, എന്നിട്ട് മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കാരണം പഠിച്ചു തീരാനുള്ളത് ആദ്യം പഠിച്ചു തീരട്ടെ, എന്നിട്ട് പുതിയത് മേടിക്കുക എന്നുള്ളത്. അല്ലാതെ വെറുതെ ബുക്ക് മേടിച്ച് കൂട്ടിയത് കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് ഇപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളും എങ്ങനെ വെച്ചാൽ അതുപോലെ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന നോട്ട്സാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു നോട്ട്സ് പ്രിപ്പറേഷൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നുള്ളൊരു ഇതിലോട്ട് എത്തിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ള നോട്ട്സൊക്കെ ഇപ്പോൾ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാരണം എല്ലാവരും പെയ്ഡായിട്ടല്ല പഠിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും പേയ്മെൻറ്റ് കൊടുത്തിട്ടൊന്നുമല്ല. ഞാൻ ഒരു ഇതിലും ചേർന്നിട്ടില്ല. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഇതിൽ ചേർന്നിരുന്നു. പക്ഷെ എനിക്കത് പറ്റില്ല എന്ന് കണ്ടപ്പോൾ ഞാനത് നിർത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങനെ പേയ്മെൻറ്റ് കൊടുത്തിട്ടൊന്നുമല്ല പഠിക്കുന്നത്. വീട്ടിലിരുന്ന് മാത്രം കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസ് ഉപയോഗിച്ച് പഠിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള നോട്ട്സ് എടുക്കുന്ന സമയത്ത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസാണ്. ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്. ഇത് ഏതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണെന്നുള്ളത് ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ പഠിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ ചെയ്ത് അതിനെ സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നീട് എപ്പോഴാണോ ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് പിന്നീട് എടുത്ത് വായിച്ചു നോക്കും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പഠിക്കാനും കുറച്ചുകൂടെ എളുപ്പമാണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് സാധാരണയായിട്ട് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാമെന്നുള്ളൊരു ഇതിലാണ്. ഇത് ഓൾറെഡി നോക്കിയതാണ്, പക്ഷെ എന്നാൽ കൂടി കുറച്ചുകൂടെ നോക്കാമെന്നുള്ളൊരു ഒരു റിവിഷൻ രീതിയിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ഒരു സെക്ഷനിൽ പ്ലേലിസ്റ്റിലൊന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കിട്ടും കേട്ടോ, ചാനലിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പഠിച്ചിട്ട് കാണാം കേട്ടോ. ക്ലാസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ 9th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷാണ് കേട്ടോ. നമ്മൾ 8th വരെ ഉള്ളത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ 9th സ്റ്റാൻഡേർഡിൻ്റെയാണ്. കാരണം ഇപ്പോൾ നമ്മുടെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ അറിയാമല്ലേ, നമ്മുടെ ഇതുപോലുള്ള എക്സസൈസിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് ഇംഗ്ലീഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാനിന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നതാണ്. 9th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷാണ്. SCERTയുടെ മലയാളം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇംഗ്ലീഷ് വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇംഗ്ലീഷും മലയാളം ബാക്കിയുള്ളത് ഞാനിങ്ങനെ ഓർഡറായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ പറയാനുള്ളത്. പഠിക്കുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സോഴ്സസും ഉപയോഗിക്കുക കേട്ടോ. കാരണം പൈസ കൊടുത്ത് പഠിക്കുന്നവന് മാത്രമേ ഗവൺമെൻറ് ജോലി കിട്ടുള്ളൂ എന്നൊന്നുമില്ല. കാരണം നമുക്ക് ഇന്നത്തെ ഈ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് എല്ലാം അവൈലബിൾ ആണ്. എല്ലാത്തിനും പൈസ കൊടുക്കണം എന്നൊന്നുള്ള യാതൊരു നിർബന്ധവും ഇല്ല. അപ്പം നമുക്ക് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം തന്നെ യൂട്യൂബിലും ടെലിഗ്രാമിലും എല്ലാം ഉണ്ട്. പിന്നെ എന്നെപ്പോലെ ഇങ്ങനെ പെയ്ഡ് അല്ലാതെ പഠിപ്പിക്കുന്നവരുമുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഉപയോഗിച്ചിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ VFAൻ്റെ പഠിത്തം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ എന്തായാലും അറിയിക്കാം കേട്ടോ.
സ്റ്റഡി വ്ളോഗ്സ് ഇടാം. എൻ്റെ ഡെയിലി ടൈം ടേബിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്തു തരാം. എന്നിട്ട് നമുക്ക് പറ്റുന്ന അത്രയും ഒരുമിച്ച് തന്നെ പഠിക്കാനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം.